ഹായ് ഹലോ. മൈസൂരിലെ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഒരു പർച്ചേസിന് പോവാണ് ടൗണിൽ. ഇവിടെ ദേവരാജ മാർക്കറ്റ് ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ വന്നിട്ട് ആക്ച്വലി ഒരു വർഷമായി. ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നത്. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വേറെ 2 പേരും കൂടി ഉണ്ട്. അവരെയും പരിചയപ്പെടാം. ഇന്നത്തെ തെറാപ്പി കഴിഞ്ഞിട്ട് വൈകുന്നേരമാണേ പോകുന്നത്. ഞാൻ 4 പേരും കൂടി പോവാണ്. അതാ കണ്ടോ, ഇതാണ് ഞങ്ങളെ വഴി കാണിക്കാൻ വന്ന ആളുകൾ കേട്ടോ. ഹസ്വയും അശ്വിനുമാണ് മക്കളെ പേര്. ബസ് വന്നു. നമ്മൾ KSRTC പോകുന്നത്. ഇവിടെ ബസ്സിൻ്റെ മുന്നിലൊന്നും നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് എഴുതി വെക്കില്ല കേട്ടോ. അതിന് പകരം നമ്പറാണ് ഉണ്ടാവുക. ഓരോ സ്ഥലത്തിനും ഓരോ നമ്പറാണ് ഉണ്ടാവുക. ആ നമ്പറുള്ള ബസ്സിൽ വേണം നമ്മൾ കയറാൻ. പിന്നെ ആഴ്ചയുടെ മുന്നിൽ കൂടെ പോകുന്ന ഒരുവിധം ബസ്സൊക്കെ സ്റ്റാൻഡിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് പേടിക്കാതെ ബസ് കയറാം. ബസ്സൊക്കെ കണ്ടോ, കാലിയാട്ടോ. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റിയൊക്കെ എത്തുമ്പോൾ ബസ്സൊന്നും ഫുള്ളാവുള്ളൂ. ഇവിടെ മിനിമം ചാർജ് വരുന്നത് 5 രൂപയാട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ടൗണിലേക്ക് ഒരാൾക്ക് 12 വെച്ചിട്ട് 24 രൂപയായിട്ടുള്ളേ. ഞങ്ങളിനിപ്പോൾ കർണാടകയിലുള്ള ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് KSRTCയിലെ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണല്ലോ. ഇവിടെ പുതിയ സർക്കാർ വന്നതിന് ശേഷം കൊണ്ടുവന്നതാണ്. അപ്പം നമ്മൾ ആധാർ കാർഡ് മാത്രം കാണിച്ചാൽ മതി. നമ്മളെ ഫ്രണ്ട്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നസ്രീനും ഹസയുമാണ്. പാറുവിൻ്റെ കൂടെ PPEPയിലെ സ്കൂളിലുള്ളതാണ് അശ്വിനും ഹസ്വയും. അപ്പം അവരാണ് ഞങ്ങളെ സ്ഥലങ്ങളൊക്കെ കാണിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നത്. സത്യം പറഞ്ഞാൽ അവർ വന്നിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടേ ഉള്ളൂ. അവരിവിടെ എല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാ പാലസ് എത്തിയിട്ടോ. പാലസിൻ്റെ മുന്നിൽ കൂടിയാണ് നമ്മൾ ടൗണിലേക്ക് പോകുന്നത്. പാലസൊക്കെ ഞങ്ങൾ മുന്നേ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ ടൗൺ ഏരിയ അങ്ങനെ സാധനം വാങ്ങുന്ന കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. സ്റ്റാൻഡ് എത്തിയിട്ടോ. നമ്മുടെ സ്റ്റാൻഡ് അപ്പുറത്താണ്. അങ്ങനെ ഞങ്ങൾ KSRTC സ്റ്റാൻഡിലെത്തി. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വന്ന ബസ് കണ്ടോ, ഫുള്ളായേ. നല്ല തിരക്കുണ്ട്. ഇവർ തിരക്കിൻ്റെ ഉള്ളിൽ പെട്ടതാണ് ഇപ്പോൾ ഇറങ്ങി വരുന്നുള്ളൂ. ഈ KSRTC ബസ്സിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ നല്ല താഴ്ന്നിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കയറാൻ നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ നടുക്കുകൂടെ ഒരു കമ്പി വരുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ അങ്ങോട്ട് കയറിയും ഇങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണം. ഇനിയാണ് കാഴ്ചകളൊക്കെ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഇവർ കുറേ എന്താ പറയുക ബിൽഡപ്പൊക്കെ തരുന്നുണ്ട് കേട്ടോ. കണ്ടു നോക്കട്ടെ എന്താണെന്നൊന്നും അറിയില്ല. ഇവർ നമ്മളെ മിഠായി പറയുന്നത് കേട്ടിട്ട് നമ്മളെ മിഠായി തെരുവിനൊക്കെ മാതിരിയാന്ന് തോന്നുന്നു. ഇവർ സംഭവം കോഴിക്കോട്ടുകാരല്ല. അപ്പോൾ ഇവർ ഭയങ്കര ബിൽഡപ്പ് ഇട്ടിട്ട് പറയുന്നത് അവിടെ അതുണ്ട് ഇവിടെ അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ നമ്മളെ ആകാംക്ഷയോടെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്നു നോക്കട്ടെ. അപ്പോൾ സാധനങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയട്ടെ. നമ്മളെ വീഡിയോസ് മുന്നേ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അശ്വിൻ നല്ല ഉറക്കമാണ്. അസ്വയ്ക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി അസ്വൻ്റെ അമ്മ തലയൊക്കെ മറിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ തുടങ്ങി കേട്ടോ. ചെറുതായി ഓരോ സാധനങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഒരു സൈഡിൽ ഫുള്ള് ഷോപ്പുകളൊക്കെയാണ്. താഴെ ഇരുന്ന ആളുകൾ വഴിയോര കച്ചവടങ്ങൾ. ഇപ്പോൾ 150 രൂപേൻ്റെ ഒക്കെ കേട്ടോ സ്റ്റാർട്ടിങ് ഉള്ളത്. ഇത് ഫാൻസി സാധനങ്ങൾ. കുട്ടികളെ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സുകൾ തുടങ്ങി. ഷോപ്പുകളും ഉണ്ട്, അല്ലാതെ പുറത്തിരുന്ന് കച്ചവടം ചെയ്യുന്നതും ഉണ്ട് കേട്ടോ. സംഭവം നമ്മളെ മിഠായി തെരുവൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഇതാ വാച്ചുകൾ 150 സ്റ്റാർട്ടിങ്. 200-200 ഉണ്ട്. നസ്രീൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ വാച്ച് മേടിച്ചു എന്ന് പറഞ്ഞു 200 രൂപയ്ക്ക് എങ്ങാനും. ഫ്രൂട്ട്സുകൾ, ചെരുപ്പ് ഈ കുറച്ച് പ്രായമായവരിടുന്ന സ്ട്രാപ്പ് പോലത്തെ ചെരുപ്പില്ലേ, അതിനൊക്കെ 100 രൂപ. പിന്നെ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ 150 രൂപ. അങ്ങനെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഞാൻ ചെരുപ്പൊക്കെ ഒന്ന് നോക്കി. ഞാനൊരു സാരിക്ക് ഇടാൻ പറ്റിയ ഒരു ഹീലുള്ള ചെരുപ്പായിരുന്നു തിരഞ്ഞിരുന്നത്. പക്ഷേ കുട്ടികളെ ചെരുപ്പ് കേട്ടോ. കുറേ എണ്ണയിൽ പൊരിച്ച സൈസുള്ള കുട്ടികളെ ചെരുപ്പുണ്ട്. പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, ടിഫിൻ ബോക്സ്, അങ്ങനത്തെ സാധനങ്ങൾ, ചെരുപ്പ് കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഒരുവിധം എല്ലാ കടയിലും ഒരേപോലത്തെ മോഡലുകൾ തന്നെയാണ് ഉള്ളത്. ചെരുപ്പൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ കുന്നും പോലെ കൂട്ടി വെച്ചിരിക്കുന്ന ഇതൊക്കെ കുട്ടികൾക്ക് പറ്റിയ ഫാൻസി മോഡൽ ചെരുപ്പാണ്. ഇത്തരത്തിലുള്ള ചെരുപ്പൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒന്ന് തുന്നി ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാം നല്ല ഡിസൈനാണ്. ഇതാ പിന്നെ നമ്മളിപ്പോൾ ബാഗിൻ്റെ സെക്ഷനിലേക്ക് എത്തി. ഇവിടെ ഒരുവിധം എല്ലാ ടൈപ്പ് ബാഗും ഉണ്ട് കേട്ടോ. ട്രാവൽ ചെയ്യാൻ പിന്നെ ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗായിട്ട്
പിന്നെ നമ്മൾ ഡെയിലി യൂസിന് പറ്റിയ ബാഗ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ബാഗുകളും ഉണ്ട്. 300 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് എന്ന് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ ഒന്നിനും വിലയൊന്നും ചോദിച്ചില്ല. ബാഗിൻ്റെ ആവശ്യം തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുവിട്ടു. ഇവിടെ ഇങ്ങനെ കുറേ ചെരുപ്പിൻ്റെ സെക്ഷനുകളുണ്ട്. നമുക്ക് ഓരോ സ്ഥലത്ത് കാണുമ്പോൾ ഇതിൽ വെറൈറ്റി മുള്ള അടുത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ കടകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരണേച്ചിക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഒരു 5-6 കടകളിൽ കയറി ഇറങ്ങി. ലാസ്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ചെരുപ്പ് എടുത്ത്. നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് ഡ്രസ്സുകളാണ്. ഞങ്ങൾ ഡ്രസ്സിൻ്റെ ഭാഗത്ത് കുറേ നേരം ചുറ്റിത്തിരിഞ്ഞ സമയം കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ 200 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ ഇവിടെ. പിന്നെയും അതിൻ്റെ ഇടയ്ക്ക് കുറേ ഷൂകൾ വന്നു. ഷൂ എത്രയും 300-നുള്ള സ്റ്റാർട്ടിങ്ങുകളുണ്ട് ഷൂവിന്. മിഠായി തെരുവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടി റേറ്റ് കുറവാണ്. അതുപോലെ തന്നെ ഇവിടെ കളക്ഷൻസും കൂടുതലാണ്. മിഠായി തെരുവിൽ ഓരോ ടോപ്പിന് 250-300 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 150 രൂപയ്ക്ക് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ നല്ല നല്ല ഡ്രസ്സുകളുണ്ട് കേട്ടോ. പിന്നെ ഒരുവിധം എല്ലാ ഡ്രസ്സും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ പാർട്ടി വെയർ ആണെങ്കിലും മോഡേൺ ഡ്രസ്സ് ആണെങ്കിലും ഡെയിലി യൂസിന് പറ്റിയ ഡ്രസ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ തന്നെ വന്ന് തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ എടുക്കുന്ന ഡ്രസ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മളെ രീതിയിൽ നമ്മൾ നല്ലോണം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. കുറേ ഷോപ്പുകളും ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ സമയം കണക്കാക്കി വരണം. കുറേ സമയമെടുത്ത് എല്ലാ കടയിലും കയറി ചിക്കി പരത്തിയിട്ട് അങ്ങനെ നോക്കിയാൽ നമ്മൾ ഇഷ്ടപ്പെട്ടത് കിട്ടുക. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് സമയവും ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ് ഇവിടെ നിന്ന് തന്നെ തിരഞ്ഞെടുക്കാം കേട്ടോ. ശരണേച്ചിക്ക് ഇതാ ഈ ഒരു ടോപ്പാണ് ഇഷ്ടപ്പെട്ടത്. ഇതിന് 300 രൂപയാണ് അവർ റേറ്റ് പറയുന്നത്. 300-ന് ഇത് നഷ്ടമില്ല. കാരണം ലൈനിങ് ഉണ്ട്, ക്ലിയർ സൈസാണ്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ബെറ്റർ ആണ്. അപ്പം ഒന്നും ചെയ്യാനുണ്ടാവില്ല എനിക്ക് എടുക്കുകയാണെങ്കിൽ. അപ്പം ഞാനത് ചൂസ് ചെയ്തു. ഞങ്ങൾക്ക് അറിയാവുന്ന ഭാഷയൊക്കെ കൂട്ടി വെച്ചിട്ടേ ചെറിയ തോതിൽ വില പേശാനുള്ള ചില ശ്രമങ്ങളൊക്കെ ഞങ്ങൾ നടത്തി നോക്കി. പക്ഷെ അത് 8 നിലയിൽ പൊട്ടിയേ. പിന്നെ ആ ടോപ്പ് തന്നെ എടുത്ത് ഞങ്ങൾ പോന്ന്. അവിടെ ഡിസ്പ്ലേക്ക് വെച്ച ടോപ്പൊക്കെ ശ്രദ്ധിച്ചോ, അതൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇവിടെ കരിമ്പൻ ജ്യൂസിനൊക്കെ 10 രൂപയെ വരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 10 രൂപയ്ക്ക് ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന ഒരു കട കണ്ട്. അവിടെ കയറി ചോദിച്ചപ്പം മൂസമ്പി ജ്യൂസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അത് പിന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട് കുടിച്ചില്ല. വളകളൊക്കെ കണ്ടില്ലേ. ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ വന്നതിനെ ശ്രദ്ധിച്ചതാ. എല്ലാ സ്ത്രീകളുടെ കയ്യിലും പ്രായമൊന്നൊരു വിഷയമല്ല, നിറയെ കുപ്പിവളകൾ കാണാം കേട്ടോ. വിചാരിക്കുന്നുണ്ടാവും പാറു അക്കു ഇവിടെ പോയിന്നല്ലേ. രണ്ടാളെയും ഉറക്കി കിടത്തിയ ആ സമയം നോക്കി ഞങ്ങൾ വന്നാണ്. തെറാപ്പിയൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിന് മക്കളൊക്കെ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ വീട്ടിലാളുണ്ടെന്ന് ഷാലുവിന് പോകാനില്ലാത്തതിനുണ്ട് അക്കുവിൻ്റെ അടുത്ത് ഷാലുണ്ട്, പിന്നെ പാറുവിൻ്റെയും ഭൗമീൻ്റെ അടുത്ത് അവരെ അമ്മമ്മ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ അശ്വിനും ഹസ്വയ്ക്കും ആരും ഇല്ല, അങ്ങനെയല്ല, അവർ തനിച്ച് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ റൂമിൽ കുട്ടികളെ ഒറ്റയ്ക്ക് വെച്ച് വരാൻ പറ്റില്ലല്ലോ. പിന്നെ അവർ അടങ്ങി കിടക്കുന്നുണ്ട്, അവരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുമില്ല. അപ്പം ഞാനൊരു പിടി ക്ലിപ്പ് എടുത്തു, 60 രൂപയായി. പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ ഷോപ്പുകളിലേക്ക് എത്തിയിട്ടോ. വഴിയിലുള്ള കച്ചവടം അല്ലാതെ നേരിട്ടുള്ള ഷോപ്പുകളുടെ ഉള്ളിൽ കൂടെ എത്തി. ഞാൻ എപ്പോൾ പോകുമ്പോഴും നോക്കാറുണ്ട്. ബീട്രൂട്ട് കളർ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബീട്രൂട്ട് കളർ. പക്ഷേ എനിക്ക് ചേരില്ല എന്നുള്ളൊരു കോംപ്ലക്സ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ ആ കളർ എടുത്തിട്ടില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും ആ ഒരു ഡിസൈനും ആ ഒരു കളറും കാണുമ്പോൾ ഞാൻ നോക്കും പെട്ടെന്ന്. ഷോപ്പുകളുള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്പുറത്തെ സ്ട്രീറ്റിൽ കണ്ടതിനേക്കാട്ടും കൂടുതൽ കുറച്ചുകൂടി കളക്ഷൻസ് ഉണ്ട്. നല്ല വർക്കിംഗ് ഒക്കെ വരുന്ന ചുരിദാർ, നല്ല മോഡേൺ ചുരിദാറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ റേറ്റിങ്ങും കൂടുതലായിരിക്കും. പക്ഷെ ഒന്ന് വില പേശാലൊക്കെ നമുക്ക് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. ഇവിടെ പിന്നെ സാരികളൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നടന്ന് അപ്പുറത്തെ സൈഡിലെത്തി. ഞങ്ങൾക്ക് ഇനി ജ്യൂസ് കുടിക്കാനുള്ള ഒരു കട കണ്ടുപിടിക്കണം. എല്ലാവർക്കും നല്ലതുപോലെ ദാഹിക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ കണ്ടത് ടോപ്പുകളൊക്കെ ആണെങ്കിൽ ഈ സൈഡിൽ നമ്മൾ കാണുന്നത് കുട്ടികൾക്ക് ഡെയിലി യൂസിന് പറ്റിയ കുട്ടികളുടെ ഡ്രസ്സും അതുപോലെ തന്നെ നൈറ്റ് ഡ്രസ്സും ഒക്കെയാണ്. പിന്നെ ഈ കൂൾ ബാർ, ഹോട്ടൽ, അങ്ങനത്തെ സാധനങ്ങൾ കുറവാട്ടോ ഈ ഏരിയയിൽ. ഞങ്ങൾ കണ്ടുപിടിച്ച് ഒരു സ്ഥലത്ത് എത്തിയതാണ്. അപ്പോൾ കമ്മൽ കണ്ടപ്പോൾ എല്ലാവരുടെയും നോട്ടം പെട്ടെന്ന് കമ്മലിലേക്ക് തിരിഞ്ഞു. കുറച്ച് നേരം അതിൻ്റെ അടുത്ത് ചുറ്റി തിരിഞ്ഞ് കളിച്ചു, കമ്മലൊക്കെ തിരിച്ച് കളിച്ചു. 3 പെയറിന് 100 രൂപ. അപ്പോൾ കുറേ നോക്കി ഞങ്ങൾ ജ്യൂസ് കുടിക്കാനിരുന്നു. ജ്യൂസ് മുന്നിൽ 30 രൂപ എന്ന് എഴുതി വെച്ചിട്ട് ഞങ്ങൾ കയറിയതാണ്. നോക്കുമ്പോൾ ഒന്നിന് 40, ഒന്നിന് 50, അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റാണ്. ഒന്നിന് മാത്രം 30. എന്താ വാട്ടർമെലന്, അതിന് മാത്രം 30. ഞങ്ങൾ ആളെ പറ്റിക്കാൻ വേണ്ടി ഒരു ബോർഡ് വെച്ച് ഞങ്ങൾ എന്തായാലും കയറിയിരുന്നു. 2 പൈനാപ്പിളും 1 ചിക്കുവും 1 വാട്ടർമെലനും വാങ്ങി. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. പതുക്കെ ഇറങ്ങി അടുത്ത നടത്തം തുടങ്ങി.
ഇതാണ് ഇവിടെ ഫേമസ് ആയ ദേവരാജ മാർക്കറ്റ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ട്രീറ്റിലാട്ടോ നമ്മളിപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നത്. ഇവിടെ പഴവും പച്ചക്കറിയാട്ടോ മെയിനായിട്ട് കച്ചവടം ചെയ്യുന്നത്. ഈ ഷോപ്പ് കണ്ടോ, ഇതാണ് ഇവിടെ ഫേമസ് ആയ മൈസൂർ പാക്കിൻ്റെ കട. രാജാവിന് ഉണ്ടാക്കി കൊടുത്ത അതേ രുചിക്കൂട്ടിലാണ് അവിടെ ഇപ്പോഴും മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫ്രൂട്ട്സിൻ്റെ ഏരിയ കേട്ടോ. ഇത് ഫുള്ള് ഈ ഒരു ലൈന് ഫുള്ള് ഫ്രൂട്ട്സാണ്. ഈ ഒരു എൻട്രൻസ് കണ്ടില്ലേ, ഇതിൻ്റെ അകത്തേക്ക് ഫുള്ള് ഫ്രൂട്ട്സുകളാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറാൻ നിന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മളെ പാളയത്തുള്ള മാതിരി ആയിരിക്കും, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടി ആയിരിക്കും. അപ്പം ഞങ്ങൾ കഴിഞ്ഞ് ഓട്ടോ വിളിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഇത് സൂപ്പർ ഒരു ഐഡിയ കേട്ടോ. ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയും വാങ്ങുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഓട്ടോ വിളിക്കണം. തിരിച്ചും ബസ്സിന് പോകാൻ നിന്നാൽ ഒന്നെങ്കിൽ ചിലപ്പോൾ തിരക്കായിരിക്കും, പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി കുറച്ചുകൂടി കൂടുതൽ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ തിക്കി തിരക്കി ഊബർ വിളിച്ച് ഓട്ടോയിൽ കയറി. അപ്പം 69 രൂപയാണ് ചാർജ് കാണിച്ചത്. പക്ഷേ ആൾ കൂടുതലുള്ളതുകൊണ്ട് 1.5 ചാർജ് എക്സ്ട്രാ വാങ്ങുമെന്ന് പറഞ്ഞു. എന്നാലും വേണ്ടില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ചാടി കയറി, ഓട്ടോയിൽ കയറി. ഇതൊക്കെ ബ്രാൻഡഡ് കടകളാണ് കേട്ടോ. ലൈറ്റുകളൊക്കെ വന്നു. സമയം ഇപ്പോൾ ഒരു 6:45. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ടൗൺ യാത്രയാണ്. ഞങ്ങളെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.